രോഹിണി എന്താ വല്ല പുതിയ കള്ളത്തരം കൊണ്ട് വന്നിരിക്കുകയാണോ? ബാങ്കിൽ ജോലി നോക്കാനാളില്ലാത്ത വലിയ മണിമാളിക, നാടല്ലേ മനുഷ്യൻ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് നടക്കാൻ? പാവം കളിച്ച് നടക്കുന്നു. എനിക്ക് പറയുവാനുള്ള എനിക്കൊന്നും കേൾക്കണ്ട, കേട്ടിടത്തോളൊക്കെ മതി. ഹലോ 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 ഹലോ, ഇവിടല്ലേ കീരിക്കാരന്റെ ബാലെ? ബുക്കിങ്ങിന് വന്നാണ് എന്നെ ഡേറ്റ് എടുക്കില്ല. മൊയിലാളി ബിസി. ഗാന്ധികാളി പേപ്പറുകാരന്മാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനാണോ? എന്തരാന്താ ഞങ്ങളുടെ പുതിയ ഹീറോയിനി രോഹിണിയെ പേപ്പറുകാരന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എത്ര പരിചയപ്പെടുത്താൻ? സുരേഷ് മേനോ എന്ന് കേട്ടിട്ടുണ്ടാ? ആര്? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് ഓട്ട് പുല്ല്. അവനൊക്കെ എന്തരായ നമുക്കെന്താ? നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്കുമായിട്ട് എവനൊരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്ത്. പെണ്ണിപ്പ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. എവിടെ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. സാറ് ബാലയെ ബുക്ക് ചെയ്യാൻ തന്നെയാ വന്നത്? അതെ അതെ. സാറിനെ ഞാൻ എവിടെയാ വെച്ച് കണ്ടിട്ടുള്ളോ അല്ലേ? വല്ല ഉത്സവ പറമ്പിലും ബാലെ കാണാൻ. ആയിരിക്കും. നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലോ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. കാറിൽ പോ. ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി. തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അരങ്ങേറുന്നത്. അതുകൊണ്ടാണ് രോഹിണിയെ പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത്. രോഹിണി എത്രാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയത്? 15ാമത്തെ വയസ്സിൽ. കാരണം വീട്ടിലെ ബുദ്ധിമുട്ട്. പിന്നെ ബുദ്ധിമുട്ട് എന്നുദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ. അതെ. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ്. അതെയോ? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആരാ വരൻ? വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ. ശരിയാണോ? അതെ, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഈ സുരേഷ് മേനോൻ ഇവിടെ വരുമോ? അത് വരുമല്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത്. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും രോഹിണിയുടെയും പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം. നിങ്ങളോടല്ലേ പറഞ്ഞ്? ആരാ? ഞാൻ സുരേഷ് മേനോൻ. എന്റെ ഓഫീസിൽ നിന്ന് വരുന്ന ക്ലർക്ക് സുധീഷ്. എന്താ വന്നത്? ഇവിടുത്തെ ഒരു ബില്ല് ഞങ്ങളുടെ ഓഫീസിൽ വന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. അത് സുരേഷ് സാർ കണ്ടോ? ഇല്ല, എന്റെ സെക്ഷനിൽ വന്നതാണ്. അന്വേഷിച്ചിട്ട് അറിയിക്കാമെന്ന് വിചാരിച്ചു. അത് എന്റെ ബില്ലാണ്. ഇങ്ങോട്ട് വന്നാ ഞാൻ അദ്ദേഹത്തിന്റെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ അറിയാം? കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കണ്ട. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയാണ്. എന്നങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതിയോ?
ഏ അല്ല നിങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണോ എന്ന് നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയുന്നത്? അല്ല എനിക്കൊരു പ്രൊമോഷൻ വേണമായിരുന്നു. കുട്ടിയൊന്ന് റെക്കമെൻഡ് ചെയ്യാമെങ്കിൽ. അത്രേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആദ്യം ആ ബില്ല് എന്റെ കൈ കൊണ്ടുത്താ. പ്രമോഷൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ നാളെ കൊണ്ടുവരാം. വരട്ടെ. ഉം. വരുന്നോ? ഞാൻ വേണമെങ്കിൽ വീട്ടിൽ വിട്ടേക്കാം. കമ്പനിക്കാരാ, അല്പം കൂടുതൽ ഓടി വെച്ച് എനിക്ക് നഷ്ടമൊന്നുമില്ല. വരും. ഒന്ന് കാറ് നിർത്തൂ. എന്താ കാറ് നിർത്താൻ പറഞ്ഞ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നുണയാണ്. നുണയാണെന്നോ? അതെ, സുരേഷ് മേനും ഞാനുമായിട്ട് സ്നേഹമാണെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാ ഞാൻ അയാളെ കണ്ടിട്ടും കൂടിയില്ല. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത്? സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വേണ്ടി വന്നു. ഒരു ദിവസം ബസ് കിട്ടാതെ വന്നപ്പോ അയാളുടെ കാറിൽ കയറി ട്രൂപ്പിന്റെ മുമ്പിൽ ഇറങ്ങി. അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. എന്നിട്ടെന്താ രോഹിണിയെ സത്യമല്ലെന്ന് പറയാത്തത്? സുരേഷ് മേനും ഞാനും തമ്മിൽ പ്രേമാന്ന് കരുതി ട്രൂപ്പ് ഓണർ എനിക്ക് തരാനുള്ള കുടിശ്ശികയും തീർത്ത് നായികയാക്കാന്ന് പറഞ്ഞ അഡ്വാൻസും തന്നു. ഇത്രയും വലിയൊരാളുടെ കാമുകിന്ന് കരുതിയ അങ്ങേര് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതിങ്ങനെ ഒരു ഏടാകുടത്തെ കൊണ്ട് ചാടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ചേടാ, ഇതിപ്പോ അമ്മ തൊട്ടാലും അമ്മയെ തൊട്ടാലും മോൻ ചാവൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. രോഹിണി വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇനിയും എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. എങ്ങനെ നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല. തൽക്കാലം പറയണ്ട. പിന്നെ ഇതൊന്നും ട്രൂപ്പിൽ ആരും അറിയണ്ട കേട്ടോ. ആരെങ്കിലും അറിഞ്ഞാ എന്നെ അവിടുന്ന് പുറത്താക്കുന്ന ഉറപ്പാ. പേടിക്കണ്ട, ഞാൻ കാരണം ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ വരട്ടെ. ബ്രേക്കും പുല്ലും ഒന്നും നിന്നോളൂ. രാവിലെ ചാവ എന്റെ സൈക്കിളെ കിട്ടിയുള്ള സ്വാമി. അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ. ഇതെന്തൊരു സ്വാമി താങ്ങി പിടിച്ചോണ്ട് പോണത്? വിൽക്കാൻ തന്നെ. അല്ല, ശങ്കറിന് തരാനാ. ഒരു ഉരുളിയാ, അപ്പൊ വിൽക്കാം. ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ? എന്തായാലും സൈക്കിളിന്റെ പിറകിൽ കയറ്റി വെക്കാം. പാരത്തമ്പഴം വാങ്ങിക്കാം. ശങ്കര പാട്ടി കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായത് എടുത്തോണ്ട് വന്നേ. ശങ്കരൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? സഹായിച്ച് മുടിഞ്ഞ്. രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കൂടെ കറക്കം. അതെനിക്ക് പണ്ട് അറിയാം സ്വാമി. അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണമെന്ന് പറഞ്ഞ വലിയ പാടാണ്. അഴുപ്പണം കേട്ട ഇടപാട്. ശങ്കരന് ഇനിയും ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. വഴിയുണ്ട്, പക്ഷെ അതിന് ഈ ചിരട്ടയൊന്നും പോരാ. വീട്ടിൽ വലിയ വാർപ്പൊന്നും ഇരിപ്പില്ലേ? സ്വാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട. കിളവില്ലാത്ത സമയത്ത് ഞാൻ ചെവന്ന് മാറ്റാം. വന്നോളൂ. പക്ഷെ വീട്ടിൽ വാർപ്പില്ല, ഉണ്ടാവേ ഉള്ളൂ. ഉണ്ടാവും എന്നാ കേട്ടോ. നടന്നോ. ജോവിനി ബസ്സിനകത്ത് നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി 5-6 റൗഡികൾ അവളെ കമാൻഡ് അടിക്കും. സ്വാമി ഡൈവ് ചെയ്ത് അവരുടെ ഇടയിൽ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി ചറപറാൻ 5-6 കൊടുത്ത് അവന്മാരെ ഒതുക്കുന്നു. സ്വാമിയുടെ ഹീറോ വേഷം കണ്ട് അവള് ഇറങ്ങും. വില്ലൻ സുരേഷ് മേനോന്റെ കട്ട പോക. റൗഡികൾ എന്നെ തലില്ലേ, നോവില്ലേ? അന്തണം വെന്താലും പൂണൂല് വേവൂല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം. താൻ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ല. അത് തന്നെ തനിക്ക് വിവരമില്ലാതായി പോയത്. റൗഡികൾക്ക് നേരത്തെ കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കണം സ്വാമി. വാച്ചാണൻ.